വലിയ മാമ എപ്പോഴാ വന്ന? ഉച്ചയ്ക്ക് മുമ്പേ എത്തി. നീ ഉച്ചയ്ക്ക് ഊണ് കഴിക്കാൻ കൂടി വന്നില്ലല്ലോ. എന്ത് കോലാടാ നിന്റെ. നിന്നെ കുറിച്ച് ഞാൻ എന്തൊക്കെയാ കേക്കണേ. ആ, നീ അവിടെ ഇരിക്കേ. വേണ്ട. പഠിപ്പും വിവരമുണ്ട്. മറ്റൊരാൾ ഉപദേശിച്ചിടേണ്ട കാര്യമൊന്നുമില്ല. ജീവിതത്തിലെ പല പ്രശ്നങ്ങളുണ്ടാവും. അതൊക്കെ തന്നെ ആലോചിച്ചുകൊണ്ടിരുന്നാൽ ജീവിക്കാൻ പറ്റും. ഒക്കെ അങ്ങോട്ട് മറക്കുക. എന്നിട്ട് പുതിയ ഒന്നിനെ കുറിച്ച് ആലോചിക്കുക. അമ്മാവയോട് നീ എന്താ ഒന്നും മിണ്ടാത്തെ? എനിക്കൊന്നും പറയാനില്ല. ഞങ്ങൾ പറയണത് അനുസരിക്കാൻ പറ്റുമോ നിനക്ക്? ബോംബെയിലെ ശേഖരന് ഞാൻ എഴുതിയിരുന്നു നിന്റെ കാര്യം. അവനൊരു ജോലി അവിടെ ശരിയാക്കിയിട്ടുണ്ട്, ഒരു കമ്പനിയിൽ. അത് വേണ്ട. ആട്ടവും പാട്ടും പഠിപ്പിച്ച് മാത്രമേ നീ ജീവിക്കാൻ കണ്ടിട്ടുള്ളൂ. അതുകൂടി ഇല്ലെങ്കിൽ ഞാനില്ലമ്മേ. നിന്റെ കാര്യം മാത്രം നോക്കിയാൽ മതിയോ നിനക്ക്? ഈ അമ്മയെ പറ്റി വല്ല വിചാരമുണ്ടോ? 5-6 കൊല്ലം ഈ തീ തിന്നാൻ തുടങ്ങിയിട്ട് ഞാൻ. നീ കരയല്ലേ ജാനകി. ഇതൊക്കെ അവനോട് സമാധാനമായിട്ട് പറഞ്ഞാൽ അവന് മനസ്സിലാവില്ലേ? ആ, നമ്മുടെ പൂമംഗലത്തെ ദാമോദരമേനയുടെ മൂത്ത കുട്ടിയെ കണ്ടിട്ടുണ്ടോ നീയെ? അമ്മാമ്മ എന്നോട് ഇതൊന്നും സംസാരിക്കരുത്. എടാ, ഞാൻ പറഞ്ഞ നീയൊന്നും മനസ്സിലാക്കേ. എനിക്കൊന്നും മനസ്സിലാവില്ല. 100 തവണ ഞാൻ അമ്മയോട് ഇതിനൊക്കെ ഉത്തരം പറഞ്ഞിട്ടുണ്ട്. എന്നെ നിങ്ങൾക്കെങ്കിലും ഒന്ന് വെറുതെ വിടാം. മോനെ, ഞങ്ങൾക്കില്ലട ആഗ്രഹങ്ങള്. ഉണ്ടായിരിക്കാം, പക്ഷെ അതൊന്നും സാധിച്ചു തരാൻ എനിക്ക് കഴിയില്ല. ക്ഷമിക്കൂ. നീക്കണ്ട, കിടന്നോ. വെളുപ്പിന് 5:30 വണ്ടിക്ക് ഞാൻ പോവും. വീട്ടിൽ കൊയ്ത്തിന്റെ സമയാ. കിടന്നോ. എന്റെ ഹൈദ്രോസേ, നീ പാട്ടൊന്നും നിർത്തിയിട്ട് ആ ചെക്കനോട് ചായ തരാൻ പറ. രാജാ, ചായ ഒന്ന് വേങ്കോട്. എടുക്കൂല്ലേ? നീ അവിടെ കഥകളി ആരാണോ ചായ കൂട്ടാണോ? കണ്ടൂടെ? കണ്ടു. നിന്റെ മുഖത്ത് നവരസങ്ങളും തെളിഞ്ഞു വരുന്നത് ഞാൻ കണ്ടു. പഠിച്ച കല മറക്കാൻ പറ്റുമോ? 6 കൊല്ലം കഷ്ടപ്പെട്ട് പഠിച്ചതാ. നീ 6 കൊല്ലം ചണ്ടിയതല്ലേ. അതുകൊണ്ട് ഇപ്പൊ എന്താ കുഴപ്പം? കലാമന്ദിരത്തിന് മുമ്പ് തന്നെ ഒരു ചായക്കട തുടങ്ങാൻ പറ്റില്ലോ. പോരാത്തതിന് പേരിന് മുമ്പിൽ ഒരു വാലും. കലാമന്ദിർ ഹൈദ്രൂസ് എന്ന് പോരെ? വാലായിരുന്നെങ്കിൽ പുറയിലായിരുന്നു നല്ലത്. രണ്ടു ഹൈദ്രോസേ, ഓ, ഒരു ഗ്ലാസ് തന്നെ. ഇത്തിരി വെള്ളവും. എന്തിനാ? തിന്നാൻ. നിനക്ക് തരാൻ പറ്റുമോ? പറ്റില്ല. മറ്റവൻ പൂശാനല്ലേ. അത് പറ്റിയ ഗ്ലാസ് ഇവിടെ ഇല്ല. എടാ, 1 മിനിറ്റ് മതി. തരില്ലാന്ന് പറഞ്ഞില്ലേ? ആവശ്യത്തിനൊക്കെ ആവാ. ഇതെപ്പോഴും എന്തിനങ്ങനെ പേന്താൻ നടക്കുന്നത്? വെറുതെ അല്ല നീയൊന്നും ഗുണം പിടിക്കാതെ പോയത്. കലാമണ്ഡലം ഹൈദരാലിയാകാൻ വന്നിട്ട് ഇപ്പൊ എച്ചിലുടയ്ക്കാനും ഗ്ലാസ് എഴുതാനും ഇടവന്നില്ലേ? നിനക്കത് വേണം, ദുഷ്ടൻ. നിന്നെ പോലെ തേരാപാര നടക്കുന്നില്ല തെണ്ടി തിരിഞ്ഞ്. 1 മാസം കൂടി കഴിഞ്ഞോട്ട്, കോടതി വിധി വന്നോട്ട്, നന്ദു ഇവിടെ തന്നെ തിരിച്ചു വരും. ഒരു സോഡ തരാമോ? ദാഹിച്ചിട്ട് വയ്യ. അത് വേണേ തരാം. എന്റെ ഒടുക്കത്തെ കൂടിയാടാ കരള് അരിപ്പായി പോവും. പോട്ടടാ, ആർക്ക് വേണം കരള്? വരട്ടെ, കാണാം. ഇന്റെ റബ്ബേ, ഇവൻ ഇങ്ങനെ ആയി പോയല്ലോ. സരി
പ ദ സരി രി സ. എന്താ മാളവിക്ക് പറ്റിയത്? എന്താ കാര്യം പറയൂട്ടി. നടക്കട്ടെ. നിങ്ങൾ എന്തിനാ അങ്ങോട്ട് വന്നത്? ഇവിടെ വരരുതെന്ന് പറഞ്ഞിട്ടുള്ളതല്ലേ സെക്രട്ടറി സാറ്? സെക്രട്ടറി ആരാ? ദൈവം. ഞാൻ ഇത്രയേറെ ഇവിടെ ഇരുന്ന എന്ത് സംഭവിക്കുമെന്ന് അറിയണമല്ലോ. നിങ്ങൾ ക്ലാസ്സിൽ നിന്ന് ഇറങ്ങി പോകുന്നുണ്ടോ? ഇല്ല, പിടിച്ചിറക്കാൻ ധൈര്യമുള്ളവർ വരട്ടെ, നോക്കാം. എന്റെ ടീച്ചറെ, നമ്മളൊക്കെ കലാകാരന്മാരല്ലേ. ഈ കുട്ടികൾ പഠിക്കണത് ഞാനൊന്ന് കണ്ട എന്താ കുഴപ്പം? അത് ഞങ്ങൾക്ക് ഇഷ്ടമല്ല, കുട്ടികൾക്കും അതെ. തന്നെ കണ്ടപ്പോ ഈ കുട്ടി പെട്ടെന്ന് നിർത്തിയത് കണ്ടില്ലേ? അത് നിങ്ങളുടെ കഴിവുകേടാണ്, ഗുരുക്കന്മാരുടെ. പിന്നെ കുറച്ച് ഈ കുട്ടിയുടെ അഹങ്കാരവും. പ്രിൻസിപ്പലിന്റെ മകൾ, വലിയ നാട്ടിക്കാരി. ഈ കുട്ടിയുടെ മുഖത്ത് ആ ഭാവം മാത്രമേ ഉള്ളൂ, വേറൊരു ഭാവം വിടരുന്നില്ല. പ്രകാശമുള്ള മുഖത്തെ ഭാവങ്ങളുടെ നിറം കാണാൻ പറ്റൂ. ആദ്യം ഈ കരിമുഖം ഒന്ന് മാറ്റാൻ ശ്രമിക്കേ, എന്നിട്ട് അഭ്യസിക്കേ. നടക്കട്ടെ, കൂത്ത് നടക്കട്ടെ. നന്ദഗോപൻ വന്ന് കലക്കിന്ന് പറയണ്ട. അയാള് വല്ല ഭ്രാന്തം പറഞ്ഞതിന് കുട്ടി വിഷമിക്കുന്ന എന്തിനാ? എപ്പോഴും അതെ, കാണുമ്പോഴൊക്കെ ഓരോന്ന് പറയും, ചിലപ്പോ തുറച്ചു നോക്കും. വൃത്തിയായിട്ടവന. ടീച്ചറിന് ഇതൊന്ന് കംപ്ലൈന്റ് ചെയ്തൂടെ? കംപ്ലൈന്റ് ചെയ്താ പിന്നെ കാണുമ്പോ അയാള് വല്ല തോന്നിയാസവും പറഞ്ഞാലൊന്നും ഭയന്നിട്ടാ. ഏത് നേരവും മൂക്കറ്റം കുടിച്ചിട്ടുണ്ടാവും. ടീച്ചർക്ക് പേടിയാണെങ്കിൽ ഞാൻ കംപ്ലൈന്റ് ചെയ്യാം, എനിക്ക് പേടിയൊന്നുമില്ല അയാളെ. മർക്കടവരനുടെ വാക്കുക കേട്ടു മർക്കടവരനുടെ വാക്കുക കേട്ടു ഉൾക്കടരോഷമിയെന്നതകരുടെ ഒക്കടമുത്തകുരങ്ങാനിന്നുടെ ധിക്കാരം അവകരുതി ഒക്കടമുത്തകുരങ്ങാനിന്നുടെ ധിക്കാരം അവകരുതി. നന്നായിരിക്കുന്നു, നല്ല ഗ്രേസ്. നന്ദി. സത്യത്തിൽ കുറെ കൂടി കണ്ടെത്തപ്പെടേണ്ട ഒരു കലയാണ് തുള്ളൽ. നന്നായി അവതരിപ്പിച്ച കഥകളിക്കൊപ്പം നിൽക്കേണ്ടതാണ്. ആരംഗീകരിക്കും മാഷേ? നാടൻ തുള്ളക്കാര് തുള്ളി തുള്ളി വില കളഞ്ഞ കലയല്ലേ ഇത്? പോയ വില നമ്മൾ നേടണം. കഥകളിയേക്കാൾ ലളിതം. പക്കമേളത്തിന്റെയോ വേഷഭൂഷാദികളുടെ പിന്തുണയില്ല. എല്ലാ കഥാപാത്രങ്ങളെയും ഒരാൾ തന്നെ രംഗത്ത് അവതരിപ്പിക്കണം. നൃത്തവും നൃത്യവും വാചികവും ആംഗികവും സാത്വികവുമായ അഭിനയത്തിനുള്ള സാധ്യത റിയലി ഇറ്റ്സ് ഗ്രേറ്റ്. മാഷെ പോലെ ഒരാള് ഇത് പറഞ്ഞു കേൾക്കുന്നതിൽ സന്തോഷമുണ്ട്. ഞാൻ പറഞ്ഞാൽ പോരാ, ജനങ്ങളെ കൊണ്ട് പറയിക്കണം. സെക്രട്ടറി, തന്റെ ജോലി ഇവിടെ തുള്ളൽ പഠിപ്പിക്കലാണോ അതോ കണ്ട കള്ളുകൂടിയന്മാരെ അകത്ത് വിളിച്ചു കയറ്റി സ്വറ പറയലാണോ? ഞാൻ പഠിപ്പിക്കായിരുന്നു, അപ്പോഴാ മാഷ് വന്നത്. ആ പാവത്തിനെ വരട്ടണ്ട. പറയാനുള്ളത് എന്നോട് പറഞ്ഞാൽ മതി. നിന്നോട് പറയാൻ തന്നെയാ വന്നത്. പുറത്തിറങ്ങി പോണം. നിങ്ങളുടെ വീട്ടിൽ വന്നാ നിങ്ങൾക്ക് എന്നെ ഇറക്കി വിടാം. ഇതൊരു പൊതു സ്ഥാപനമാണ്. ഒരു കലാകാരൻ എന്ന നിലയ്ക്ക്, ഇവിടുത്തെ ഒരു പൗരൻ എന്ന നിലയ്ക്ക് എനിക്കിവിടെ വരാം, കാണാം, ഇവിടെ ഇരിക്കാം. ഓഹോ, കലാകാരനായതുകൊണ്ട് എവിടെയും കയറി എന്തെളുപ്പം കാണിക്കാത്ത ആ പെണ്ണുങ്ങളുടെ കടലിൽ കയറി അവരെ അവമാനിച്ചത് എന്ത് അവകാശത്തിന്റെ പേരിലാണോ? ഓഹോ, അത് ശരി. ആര് പറഞ്ഞു ഇത്? പറഞ്ഞത് ആരെങ്കിലും ആവട്ടെ, താനത് ചെയ്തോ? ഇല്ല. വേലായുധനോട് വേല വേണ്ട, മര്യാദയ്ക്ക് സ്ഥലം വിട്ടോ ഇല്ല തടികേടാവും. ഓ, അത് ശരി. തല്ലി ഇറക്കോ? എന്നാ തല്ലേ തല്ലേ. നന്ദഗോപാല, ഇതിന്റെ ഉള്ളിൽ കിടന്ന് ബഹളം കൂട്ടരുത്. ദയവ് ഇത് പുറത്തു പോകൂ. തല്ലി ഇറക്കുന്നല്ലേ ഇയാള് പറഞ്ഞേ? ഞാൻ ഇവിടെ തന്നെ കിടന്ന് കറങ്ങാൻ പോവാ. ഇയാൾ ഞാൻ തല്ലി ഇറക്കട്ടെ. അയാൾ എവിടെങ്കിലും പോയി തൊലയട്ടെ സാറേ. പിന്നെ ഞാനെന്തിനാടോ ഈ കസേരക്കൽ സെക്രട്ടറി പറഞ്ഞ് മീശ വെച്ചിരിക്കുന്നേ? മീശ വേണമെങ്കിൽ പഠിക്കാവുന്നേ.